ഈ ഒരു ഫിലിം കണ്ടു തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം ഒരു സെർട്ടൻ പോർഷൻ തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അത്രത്തോളം ഗോറായിട്ടുള്ള അത്രയും അറപ്പുളവാക്കുന്ന രീതിയിലുള്ള എലമെന്റ്സ് എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു ഫിലിം കഥ പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സിനിമ ഇതൊരു സാധാരണ ഹൊറർ ഫിലിം അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കണ്ട് ശീലിച്ചിട്ടുള്ള ഈ ഒരു ഗോസ്റ്റ് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ് ഇതെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഫാമിലി ഡ്രാമ അല്ലെങ്കിൽ ഒരു ഹൊറർ മിക്സ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു കുടുംബത്തിൽ അരങ്ങേറുന്ന അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു കഥ വികസിക്കുന്നത്. മരിച്ചുപോയവർ തിരികെ വരും, പിന്നെ സ്വന്തം കുടുംബത്തിലുള്ള അംഗങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നൊരവസ്ഥയും, ഏറ്റവും ഒടുവിൽ ഒരു സ്ത്രീക്ക് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ജീവന് വേണ്ടിയിട്ട് ആ കുടുംബത്തിലെ ഓരോരുത്തരെയും കൊല്ലേണ്ടി വരുന്നൊരവസ്ഥയും. ഒരു അപകടമരണത്തിന് ശേഷം അതിൻ്റെ ദുഃഖാചരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കുടുംബം ഒത്തുകൂടിയിരിക്കുകയാണ്. എന്നാൽ അവർക്കറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അവരുടെ കുടുംബത്തെ വർഷങ്ങളായിട്ട് വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു പുരാതനമായിട്ടുള്ള സ്പിരിറ്റ് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരുന്ന കാര്യം. വളരെ പഴക്കം ചെന്ന അത്രത്തോളം ദുരൂഹതയേറിയ ഒരു പുസ്തകം, ബുക്ക് ഓഫ് ദ ഡെഡ് എന്നും ശപിക്കപ്പെട്ട പുസ്തകമെന്നും ഇതറിയപ്പെട്ടിരുന്നു. പണ്ടെപ്പോഴോ ഈ തലമുറയിൽപ്പെട്ട ഒരാൾ ഈ പുസ്തകം വായിക്കാനിടയാവുന്നു. അത് വായിച്ചത് മുതൽ അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ശാപം തലമുറകളായിട്ട് ഈ ഒരു ഫാമിലിയെ വേട്ടയാടാൻ തുടങ്ങുന്നു. ജസ്റ്റ് ഒരു ഹൊറർ ഫിലിം എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ജോൺറ പെട്ടെന്ന് ഒരു സർവൈവൽ ഹൊററിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പേഴ്സണലി ഈ ഒരു ഫിലിം എനിക്ക് അത്രത്തോളം വർക്കായ ഫിലിമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ തുടങ്ങി അത് കീപ്പ് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, പിന്നെ ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന രീതി, അതിലേക്ക് ഉൾപ്പെടുന്ന ആ ഒരു ഗോർ എലമെൻറ്റ്സ്, പിന്നെ എസ്പെഷ്യലി നമ്മൾ പറഞ്ഞ ഇമോഷൻസ് ഉണ്ടല്ലോ, ആ ഒരു ഫാമിലി ഡ്രാമ ആയി കഴിഞ്ഞാലും ഈ ഒരു ഹൊറർ എലമെൻറ്റ്സിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് വരുന്നൊരു പുതുമയുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷനും അതെല്ലാം കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വീണ്ടും എടുത്തു പറയുകയാണ്, അത്രത്തോളം നമുക്ക് ചിലപ്പം അറപ്പുളവാക്കുന്ന രീതിയിലുള്ള ഒരു എലമെൻറ്റ്സ് ഒക്കെ ഒത്തിരി ഈ ഫിലിമിലുണ്ട്. അപ്പം സിനിമ കാണുന്നതിന് മുന്നേ തന്നെ അത്രത്തോളം മൈൻഡൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആക്കി വെക്കുക. കാര്യം അത്രത്തോളം നമുക്ക് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുള്ള കുറേ സീൻസ് ഉണ്ട്, അതാണ്. സോ ഹൊറർ ഫിലിംസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫിലിം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഇനി ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മൂവീസ് ഇനി റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മറക്കാതെ ഈ പേജ് ഫോളോ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.